ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അനലോഗ് സർക്യൂട്ട്സിലെ ഹൈ ഫ്രീക്വൻസി ഇക്വാലൻറ്റ് സർക്യൂട്ട്സ് ഓഫ് ബി ജെ ടി എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമ്മളിതിൻ്റെ സിലബസിലേക്കൊന്ന് പോവുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ സിലബസിൽ കഴിഞ്ഞ 4-5 വീഡിയോസായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സ്മോൾ സിഗ്നൽ അനാലിസിസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ സിലബസിൻ്റെ ഇനീഷ്യൽ ഫണ്ടമെൻ്റൽസ് തൊട്ട് ഈ ലോ ഫ്രീക്വൻസി മോഡൽ വരെയുള്ള ഈ മേജർ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിനി സിലബസിൽ വരുന്നത് ഏത് പോർഷനാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പോർഷനാണ് നമുക്ക് സിലബസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലേ. ഇത്രയും കൂടി ഉള്ളൂ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു സിലബസിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ 3 ചാപ്റ്ററാണ് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. 2.1 നമ്മൾ ആംപ്ലിഫയേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ചാപ്റ്റർ 2.2 നമ്മൾ സ്മോൾ സിഗ്നൽ അനാലിസിസ് ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്നുള്ള ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ സോൾവ് ചെയ്താണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി ഇക്വാലൻറ്റ് സർക്യൂട്ട് ഓഫ് ബി ജെ ടി എന്നുള്ള ടോപ്പിക്ക്. ഇതിന് നമ്മൾ സിലബസിൽ അലോട്ട് ചെയ്തിരിക്കുന്ന അവർ 4 hours-ആണ്. 4 വീഡിയോ എനിക്ക് മതിയാവും. 4 വീഡിയോ കൊണ്ട് ഞാൻ ഈ ഒരു പോർഷൻ എൻറ്റയർലി കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഇന്ന് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഹൈ ഫ്രീക്വൻസി ഇക്വാലൻറ്റ് സർക്യൂട്ട് ഓഫ് ബി ജെ ടി എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി എന്താണ് ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട് എന്ന് നോക്കുകയാണെങ്കിൽ അതിന് മുന്നേയായിട്ട് നമുക്ക് എന്താണ് ലോ ഫ്രീക്വൻസി സ്മോൾ സിഗ്നൽ സർക്യൂട്ട് അല്ലെങ്കിൽ സ്മോൾ ഫ്രീക്വൻസി മിഡ് ഫ്രീക്വൻസി സ്മോൾ സിഗ്നൽ മോഡലൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ സ്മോൾ ഫ്രീക്വൻസീൻ്റെ സമയത്ത് നമ്മൾ വരയ്ക്കുന്ന ഒരു ഇക്വാലൻറ്റ് ഹൈബ്രിഡ് മോഡൽ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരച്ചതാണ്. ഇത് നമ്മൾ ഓൾറെഡി വരച്ച് പ്രാക്ടീസ് ചെയ്തതാണ്. ഇതിലെല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ എന്ത് ചെയ്താണ്, ഡിറൈവ് ചെയ്താണ്. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏത് പാരാമീറ്ററാണ്? ഹൈ ഫ്രീക്വൻസി ഇക്വാലൻറ്റ് സർക്യൂട്ട്. എന്തിനാണത് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, so the performance of BJT is limited. The performance of BJT is limited at high frequency due to the junction capacitance and diffusion capacitance of the transistor. Hence, for analyzing a transistor circuit at high frequency, the small signal models are not suitable. So the equivalent circuit should be modified by including the junction capacitance of transistor. One such model is known as high frequency hybrid pi model. അപ്പോൾ നമ്മളൊരു സ്മോൾ സിഗ്നൽ മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഹൈ ഫ്രീക്വൻസി വരുന്ന സമയത്ത് അതിൻ്റെ മൊത്തം പാരാമീറ്റർ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ്ലി ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട്സിന് വേണ്ടിയിട്ട് ഒരു ഇക്വാലൻറ്റ് മോഡൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അനാലിസിസ് പർപ്പസിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്? ഇതാണ് നമ്മൾ ഓൾറെഡി സ്മോൾ സിഗ്നൽ മോഡൽ പഠിച്ചത്. ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഹൈ ഫ്രീക്വൻസി മോഡൽ പഠിക്കും. സോ at low frequency we can analyze the transistor using H parameters, but for high frequency analysis of H parameters is not suitable for following reason. 2 റീസൺ കൊണ്ടാണ് നമ്മൾ ഹൈ ഫ്രീക്വൻസി പാരാമീറ്റർ ബേസിക്കലി യൂസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് റീസൺ വിൽ ബി നമുക്ക് പറയാം, the value of H parameters are not constant at high frequencies. So it is necessary to analyze the transistor at each and every frequency, which is impractical. Okay, അപ്പോൾ എന്താ പറയുന്നത്? വാല്യൂ ഓഫ് എച്ച് പാരാമീറ്റേഴ്സ് ആർ നോട്ട് കോൺസ്റ്റൻറ്റ് അറ്റ് ഹൈ ഫ്രീക്വൻസി. ഹൈ ഫ്രീക്വൻസിയിൽ ഒരിക്കലും നമ്മൾ എച്ച് പാരാമീറ്റർ വാല്യൂസ് ഒരിക്കലും കോൺസ്റ്റൻ്റ് ആവില്ല. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ്ലി ഒരു ഹൈ ഫ്രീക്വൻസി മോഡൽ ഡിസൈൻ ചെയ്യാൻ ഒരു സെപ്പറേറ്റ് മോഡൽ തന്നെ എംപ്ലോയ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ലേ. രണ്ടാമത്തെ എന്താണ്? അറ്റ് ഹൈ ഫ്രീക്വൻസി എച്ച് പാരാമീറ്റേഴ്സ് ബിക്കം കോംപ്ലക്സ് ഇൻ നേച്ചർ. അപ്പോൾ നമ്മൾ പഠിച്ച എച്ച് പാരാമീറ്റർ എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസിയിൽ കുറച്ചും കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ ഈ 2 പർപ്പസ് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി ഇക്വാലൻറ്റ് സർക്യൂട്ട്സ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വരയ്ക്കുക എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി മിഡ് ഫ്രീക്വൻസി സ്മോൾ സിഗ്നൽ അനാലിസിസ് പറഞ്ഞു. ഒരു ഹൈ ഫ്രീക്വൻസി ഇക്വാലൻറ്റ് സർക്യൂട്ട് എങ്ങനെ വരയ്ക്കുന്നു നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആക്ച്വൽ സർക്യൂട്ട്. ഇത് എങ്ങനെ നമ്മൾ വരയ്ക്കുന്നു എന്ന് പ്രാക്ടിക്കലി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്നത് ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ്, ഒരു ബേസിക് ആയിട്ടുള്ള കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഓക്കെ, ഇതാണല്ലോ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഈ ഒരു കോൺഫിഗറേഷൻ്റെ ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡലാണ് ഞാൻ വരയ്ക്കുന്നത്. ഞാൻ എടുക്കുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ 3 പാർട്ട്, ബേസ്, കളക്ടർ, എമിറ്റർ അല്ലേ. അപ്പോൾ ഞാനിതിൻ്റെ ഒരു മോഡൽ വരയ്ക്കാം. ബേസിക്കലി നമ്മളിപ്പോൾ വരയ്ക്കുന്നതിൽ ഇനീഷ്യലി എപ്പോഴും ഒരു ഇനീഷ്യൽ റെസിസ്റ്റൻസ് വരും. ഈ ഒരു മോഡൽ നിങ്ങൾ പഠിക്കുക കേട്ടോ. പിന്നെ എനിക്കിവിടെ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, പിന്നെ ഒരു റെസിസ്റ്റൻസ് ഇവിടെ വരും. പിന്നെ എനിക്ക് വരുന്ന
ഇത് എക്സാക്ട്ലി ഒരു കപ്പാസിറ്റൻസ് ആണ്. ആ കപ്പാസിറ്റർ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യും. പിന്നെ എനിക്കിതിൻ്റെ മിഡിലായിട്ട് ഒരു റെസിസ്റ്റർ വരും, ഒരു കപ്പാസിറ്റർ വരും. അതിനുശേഷം എനിക്ക് വരുന്നത് ആസ് യൂഷ്വൽ നമ്മളിപ്പോൾ പഠിച്ച സ്മോൾ സിഗ്നൽ മോഡൽ പോലെ തന്നെ ഒരു കറണ്ട് സോഴ്സ് വരും. കറണ്ട് സോഴ്സിന് ശേഷം എനിക്കൊരു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വരും. ഈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന് എനിക്ക് എന്ത് മാർക്ക് ചെയ്യാം? ആർ ഔട്ട് എന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് ആക്ച്വലി എൻ്റെ വി ഔട്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഒരു ഹൈ ഫ്രീക്വൻസി മോഡൽ വരയ്ക്കുന്നത്. ഈ മോഡൽ വെച്ചിട്ടാണ് നിങ്ങൾ അനലൈസിസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ടെർമിനൽസിനെ മാർക്ക് ചെയ്യാം. ബേസിക്കലി ഇതാണ് ആക്ച്വലി ഈ ടെർമിനൽസിനെ ആക്ച്വലി നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ബേസിക്കലി ബേസ് എന്ന് മാർക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ ഞാനിവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ പോയിൻറ്റിനെ ഞാൻ ബി ഡാഷ് എന്നാണ് പറയാം. ഒന്നെങ്കിൽ ക്യാപിറ്റൽ ബി ഡാഷ് അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ബി ഡാഷ്. ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഞാനിവിടെ ഇതിൻ്റെ ഒരു ഇൻറ്റേർണൽ നോഡ്. അപ്പോൾ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഇതിൻ്റെ അനാലിസിസ് പർപ്പസിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പോയിൻറ്റും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് ബി ഡാഷ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക്കലി പറയാം ബി ഡാഷ് ഇസ് നത്തിങ് ബട്ട് ദ ഇൻറ്റേർണൽ നോഡ് ത്രൂ വിച്ച് ദ ബേസ് കറൻറ്റ് ഫ്ലോസ്. ബേസ് കറൻറ്റ് ഫ്ലോ ചെയ്യുന്ന ഒരു ഇൻറ്റേർണൽ നോഡിനെയാണ് നമ്മൾ ബി ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ബി ഡാഷ് എന്നുള്ളൊരു പോയിൻറ്റിൻ്റെ ബേസിലാണ് ഈ എല്ലാ റെസിസ്റ്ററിൻ്റെയും എല്ലാ കപ്പാസിറ്ററിൻ്റെയും നെയിമിങ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കലി ഇതിൻ്റെ ബേസിൽ പറയാം ഈ ഒരു മോഡലിൻ്റെ ബേസിൽ. അപ്പോൾ ഇത് എക്സാക്ട്ലി കളക്ടറാണ്. ഇവിടെ എക്സാക്ട്ലി എനിക്ക് ഒരു പാർട്ടും കൂടി വരും. ദിസ് ഇസ് കോൾഡ് എമിറ്റർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് പറയാം എക്സാക്ട്ലി ഈ ഫസ്റ്റ് ഞാൻ കൊടുത്തിരിക്കുന്ന റെസിസ്റ്റർ, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എക്സാക്ട്ലി ഐ ബി ആണ്. ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എക്സാക്ട്ലി ഐ സി ആണ് അല്ലേ. ഐ ബിയും ഐ സി ആകുമ്പോൾ നമുക്ക് ഈ റെസിസ്റ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാം. റെസിസ്റ്റൻസ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ആർ ബി ബി ഡാഷ്. എന്താണ് ആർ ബി ബി ഡാഷ് എന്ന് പറഞ്ഞാൽ? ബിക്കും ബി ഡാഷിനും ഇൻ ബിറ്റ്വീനായിട്ട് ഞാൻ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് ആർ ബി ബി ഡാഷ്. അപ്പോൾ നിങ്ങൾക്ക് ആ ബി ഡാഷിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്പർ ചെയ്യുന്നത് എപ്പോഴും ആർ ബി ബി ഡാഷ്. പിന്നെ നിങ്ങൾ നോക്ക്, ഈ ബി ഡാഷിനും ഇക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഇതാണ് എക്സാക്ട്ലി ബി ഡാഷ് എന്നുള്ള പോയിൻ്റ്. ഇതിൻ്റെ താഴെ നമുക്ക് വരുന്ന പോയിൻ്റ് എമിറ്ററിൻ്റെ പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് ബി ഡാഷും എമിറ്ററും വെച്ച് ഈ റെസിസ്റ്ററിനെ നമ്പർ ചെയ്യാം. ഈ റെസിസ്റ്റർ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? ദിസ് ഇസ് റെപ്രസെൻറ്റഡ് ആസ് ആർ ഇൻറ്റു ദിസ് ഇസ് മാർക്ക്ഡ് ആസ്. റെസിസ്റ്റൻസിനെ നമ്മൾ ആർ എന്നുള്ള കീവേഡ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. പിന്നെ ടെർമിനൽസ് മാർക്ക് ചെയ്യുക. ഒന്ന് ബി ഡാഷും ഒന്ന് ഇയും ആണ്. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യുക. പിന്നെ വരുന്നത് എനിക്കൊരു കപ്പാസിറ്ററാണ്. ഈ കപ്പാസിറ്ററും ഏതിന് ഇൻ ബിറ്റ്വീൻ ആണ്? ബി ഡാഷിനും ഇക്കും ഇൻ ബിറ്റ്വീൻ അല്ലേ. അപ്പോൾ നമുക്ക് ഈ കപ്പാസിറ്ററിനെ എങ്ങനെ മാർക്ക് ചെയ്യാം? സി ഇൻറ്റു ബി ഡാഷ് ഇൻറ്റു ഇ. നമ്മൾ ഇത്രയും മാർക്ക് ചെയ്തു. ഇനി നമുക്കിവിടെ രണ്ട് റെസിസ്റ്റർ കപ്പാസിറ്റർ അറേഞ്ച്മെൻറ്റ് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സാക്ട്ലി ഈ ഒരു മോഡൽ നിങ്ങൾക്ക് കാണാം അല്ലേ. അപ്പോൾ ഈ ഒരു റെസിസ്റ്ററിനെയും കപ്പാസിറ്ററിനെയും എനിക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എക്സാക്ട്ലി എനിക്കിവിടെ മാർക്ക് ചെയ്യാം. ദിസ് ഇസ് എക്സാക്ട്ലി എ റെസിസ്റ്റൻസ്, ദിസ് ഇസ് എ കപ്പാസിറ്റർ അല്ലേ. സോ റെസിസ്റ്റർ എന്ന് പറയുന്നത് ഏതിനൊക്കെ ഇൻ ബിറ്റ്വീനാണ്? ബി ഡാഷ് എന്നുള്ള പോയിൻറ്റിനും സി എന്നുള്ള പോയിൻറ്റിനും ഇൻ ബിറ്റ്വീനാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഈ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് വരുന്ന റെസിസ്റ്റർ കപ്പാസിറ്റേഴ്സാണ് അല്ലേ. എക്സാക്ട്ലി. അപ്പോൾ ഒരെൻഡിൽ ബി ഡാഷാണ്, ഒരെൻഡിൽ നമ്മുടെ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ കളക്ടറാണ്. അപ്പോൾ നമുക്കിതിനെ ബേസിക്കലി മാർക്ക് ചെയ്യാം ഈ ഒരു റെസിസ്റ്ററിനെയും കപ്പാസിറ്ററിനെയും. ഇതിനെനിക്ക് എന്ത് മാർക്ക് ചെയ്യാം? സി ഇൻറ്റു ബി ഡാഷ് ഇൻറ്റു സി. അതായത് ബി ഡാഷിനും കളക്ടർ ടെർമിനലും എക്രോസ് ആയിട്ട് ഞാൻ കണക്ട് ചെയ്യുന്ന കപ്പാസിറ്ററും റെസിസ്റ്ററും ആണത് അല്ലേ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വരുന്ന ഒരു കറണ്ട് സോഴ്സാണ്. നമ്മളെപ്പോഴും കറണ്ട് സോഴ്സിനെ മാർക്ക് ചെയ്യുന്ന ജി എം വെച്ചിട്ടാണ്. ജി എം ഇൻറ്റു ഇൻപുട്ടാണ്. ഇൻപുട്ട് ഓൾറെഡി നമുക്കറിയാം. നമ്മൾ ഇൻപുട്ട് എക്സാക്ട്ലി ചെയ്താൽ വി ഇൻറ്റു ബി ഡാഷ് ഇൻറ്റു ഇ ആണ് ഇൻപുട്ട്. വി ഇൻറ്റു ബി ഡാഷ് ഇൻറ്റു ഇ. ഈ ബി ഡാഷ് എന്നുള്ള പോയിൻ്റ് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വി ഇൻറ്റു ബി ഡാഷ് ഇൻറ്റു ഇ ആണ് എക്സാക്ട്ലി നമ്മളെ ഇൻപുട്ട്. അത് വെച്ചിട്ട് നമ്മൾ ഇവരുടെ കറണ്ട് സോഴ്സ് മാർക്ക് ചെയ്തു. പിന്നെ എനിക്ക് ഫൈനലി വരുന്നത് ആർ ഔട്ടാണ് അല്ലേ. ആർ ഔട്ട് എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, ആർ ഔട്ട് എന്നല്ല ശരിക്കും നമ്മൾ പറയുക, അതിനെ ആർ ഇൻറ്റു സി ഇ, അതിനെയാണ് നമ്മൾ ആർ ഔട്ട് എന്ന് ബേസിക്കലി റെപ്രസെൻ്റ്. അതായത് നോർമലി നമ്മൾ കണക്ട് ചെയ്യുന്ന കളക്ടറിനും എമിറ്ററിനും കോമൺ ആയിട്ട് വരുന്ന റെസിസ്റ്ററാണ് ആർ ഔട്ട്, ഔട്ട്പുട്ട് റെസിസ്റ്റർ. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ഹൈ ഫ്രീക്വൻസി മോഡൽ. ഇങ്ങനെയാണ് നമ്മളൊരു ഹൈ ഫ്രീക്വൻസി മോഡൽ കോമൺ എമിറ്ററിൻ്റെ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ സിലബസിൽ കോമൺ എമിറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ കോമൺ എമിറ്ററിൻ്റെ ഒരു ഹൈബ്രിഡ് മോഡൽ എങ്ങനെ വരയ്ക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഹൈബ്രിഡ് മോഡൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ
ഇത് എല്ലാം വലിയ വലിയ റെസിസ്റ്റേഴ്സാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു പോയിൻറ്റിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള വാല്യൂവിനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്പർ ചെയ്യും. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലി ഇത്രയും ഡിനോഷൻസ് എപ്പോഴും മാർക്ക് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ഇൻറ്റേർണലി ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന ഈ ഒരു മോഡലിനെ റീപ്ലേസ് ചെയ്യുകയാണ് എക്സാക്ട്ലി. അപ്പോൾ ആദ്യം ഇനീഷ്യലി എനിക്ക് വരുന്ന റെസിസ്റ്റർ തന്നെയാണ് അല്ലേ. പിന്നെ എനിക്കൊരു റെസിസ്റ്റർ ഇവിടെ വരും. പിന്നെ എനിക്ക് വരുന്ന ഒരു കപ്പാസിറ്ററാണ്. ആ കപ്പാസിറ്റർ ഇവിടെ മാർക്ക് ചെയ്തു. പിന്നെ എനിക്ക് ഒരു റെസിസ്റ്ററും വരും, ഒരു കപ്പാസിറ്ററും വരും. പിന്നെ എനിക്ക് കോമൺ ആയിട്ട് വരുന്നത് ഒരു കറണ്ട് സോഴ്സ് വരും. കറണ്ട് സോഴ്സിന് ഇങ്ങനെ മാർക്ക് ചെയ്തു. പിന്നെ എനിക്കൊരു ഔട്ട്പുട്ട് റെസിസ്റ്റർ വരും. ഔട്ട്പുട്ട് റെസിസ്റ്റർ എനിക്കിങ്ങനെ ഔട്ട്പുട്ട് റെസിസ്റ്റർ വരും. ഔട്ട്പുട്ട് റെസിസ്റ്റർ എനിക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ കിട്ടും. ഇറ്റ് ഷുഡ് ബി മാർക്ക്ഡ് ആസ് ലൈക്ക് ദിസ്. ഇതാണ് നമ്മളെ ഔട്ട്പുട്ട് അല്ലേ. ബാക്കി വരുന്ന പാരാമീറ്റേഴ്സൊക്കെ നമുക്ക് അതുപോലെ മാർക്ക് ചെയ്യാം. ഇത് എക്സാക്ട്ലി ബേസാണ്, ഇത് എക്സാക്ട്ലി എമിറ്ററാണ്, ഇത് എക്സാക്ട്ലി കളക്ടറാണ്. സോ ഈ കളക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് IC, ബേസിന് അക്രോസ് ആയിട്ട് ഒഴുകുന്ന കറണ്ട് IB. ഈ ഒരു നോഡിന് നമ്മൾ എക്സാക്ട്ലി B' എന്ന് റെപ്രസെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ ക്യാപിറ്റൽ B' എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇനീഷ്യൽ റെസിസ്റ്റൻസിനെ എങ്ങനെയെന്ന് റെപ്രസെൻറ്റ് ചെയ്ത് R × B × B', ഇതിനങ്ങനെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യും. രണ്ടാമതൊന്ന് റെസിസ്റ്റർ ഉണ്ടോ. ആക്ച്വലി ഈ രണ്ടാമത്തെ റെസിസ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ പ്രീവിയസ് ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. രണ്ടാമത്തെ റെസിസ്റ്റർ എന്തായിരുന്നു, R × B' × E ആയിരുന്നു അല്ലേ. R × B' × E എന്നുള്ള റെസിസ്റ്ററിന് വരെ ഞാനിവിടെ എപ്പോഴും മാർക്ക് ചെയ്യുന്ന R⁻ എന്നാണ്. ഇതുപോലെ കപ്പാസിറ്റർ നിങ്ങൾ നോക്ക്, C × B' × E ആയിരുന്നു. C × B' × Eക്ക് പകരം എനിക്ക് C⁻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സെയിം വേ ഈ സെൻറ്ററിലുള്ള ബേസിനും കളക്ടറിനും കോമൺ ആയിട്ട് വരുന്ന റെസിസ്റ്റർ കണ്ടോ നിങ്ങൾ, ആ റെസിസ്റ്റർ നമുക്ക് Rμ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിനെനിക്ക് Cμ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് Rμ Cμ? C × B' Cയും R × B' Cയും കോമൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ് മ്യൂ എന്ന് പറയുന്നത്. B' E എന്നുള്ള ടെർമിനലിലെ കോമൺ ആയിട്ട് നമ്മൾ പൈ എന്ന് പറയും അല്ലേ. ഇനി നിങ്ങൾ നോക്ക്, ഇനി നമുക്ക് ഇവിടെ ഒരു കറണ്ട് സോഴ്സ് വരുന്നത്. ഈ കറണ്ട് സോഴ്സിനെ ഞാൻ GM × Vπ എന്ന് പറയുന്നത്. R⁻ എന്നുള്ളത് ആയതുകൊണ്ട് Vπ എന്നുള്ളത് എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ആവും. GM × Vπ ആണ് ഞാൻ കറണ്ട് സോഴ്സിൻ്റെ വാല്യൂ ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഫൈനലി ഞാൻ അവസാനം വരയ്ക്കുന്ന ഈ ഔട്ട്പുട്ട് റെസിസ്റ്ററിനെ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം, Rout. സോ ഈ രീതിയിലാണ് ബേസിക്കലി നമ്മളിതിൻ്റെ ഒരു ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡൽ വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മളെ ഫൈനൽ സർക്യൂട്ട് അല്ലേ. ഈ ഫൈനൽ സർക്യൂട്ട് നിങ്ങൾ നോക്കുക, ഇങ്ങനെയാണ് നമ്മളൊരു ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡൽ കോമൺ എമിറ്ററിൻ്റെ കേസിൽ വരയ്ക്കുന്നത്. കോമൺ ബേസും കോമൺ കളക്ടറും പഠിക്കേണ്ട ആവശ്യമില്ല, അത് നമ്മളെ സിലബസിൽ ഇല്ലാത്തൊരു പാർട്ടാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ ഓരോ കോമ്പണൻറ്റിനും നെയിം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരുപാട് റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും ഒക്കെ നമുക്കുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് B', ക്യാപിറ്റൽ B' എന്നോ സ്മോൾ ലെറ്റർ B' എന്നോ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ എന്താണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന B' എന്ന് പറയുന്ന റെസിസ്റ്റർ, അതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അല്ലേ. B', ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഇൻറ്റേർണൽ നോഡായിട്ടാണ് B' ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ B'? ദിസ് ഇസ് ഇൻറ്റേർണൽ നോഡ് ത്രൂ വിച്ച് ദ ബേസ് കറൻറ്റ് ഫ്ലോ. നമ്മളെ ബേസ് കറൻറ്റ് ഫ്ലോ ചെയ്യുന്ന ഒരു ഇൻറ്റേർണൽ നോഡിനെയാണ് നമ്മൾ B' എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. B' നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ. ഇത് നമ്മൾ രണ്ടാമത് പറയുന്നത് ഈ RBB' എന്നുള്ള റെസിസ്റ്ററിനെ കുറിച്ചാണ്. RBB' നമ്മൾ ബേസിക്കലി പറയുന്നത് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ്റ്റേണൽ ബേസ് നോഡ് ആൻഡ് ഇൻറ്റേർണൽ നോഡ്. എക്സ്റ്റേണൽ ബേസ് നോഡ് നമ്മൾ B എന്നും ഇൻറ്റേർണൽ നോഡ് നമ്മൾ B' എന്ന് പറയും. സോ Bക്കും B' ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ പറയുന്ന റെസിസ്റ്ററിനെയാണ് RBB' എന്ന് പറയുന്നത്. അടുത്ത റെസിസ്റ്റർ നിങ്ങൾ നോക്ക്, R⁻ ആണ് അല്ലേ. R⁻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൾറെഡി. R⁻ ഇതാണ് R⁻. എന്താണ് R⁻ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ദ സ്മോൾ സിഗ്നൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ. ബേസിനും എമിറ്ററിനും അക്രോസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സ്മോൾ സിഗ്നൽ റെസിസ്റ്ററിനെയാണ് നമ്മൾ R⁻ എന്ന് പറയുന്നത്. ശരിക്കും സ്മോൾ സിഗ്നൽ റെസിസ്റ്റർ തന്നെയാണ്, കാരണം നമ്മൾ അതിൻ്റെ ടിപ്പിക്കൽ മോഡൽ പഠിച്ചപ്പോൾ ഈ R⁻ എന്നുള്ള റെസിസ്റ്റർ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇതാ സ്മോൾ സിഗ്നൽ മോഡൽ അല്ലേ. അപ്പോൾ സ്മോൾ സിഗ്നൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്മോൾ സിഗ്നൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ ഈസ് കോൾഡ്, അല്ലെങ്കിൽ ബേസ് ഡാഷ് B'-ൻ്റെയും എമിറ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന ഇതാണ് എക്സാക്ട്ലി എന്ത്, R⁻. അതുപോലെ തന്നെ ദ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ ഈസ് കോൾഡ് C⁻. R⁻യും C⁻ ഒരേപോലെ തന്നെയാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ. എക്സാക്ട്ലി R⁻ യും C⁻. അപ്പോൾ ഞാൻ R⁻ എന്താണെന്ന് പറഞ്ഞു, C⁻ എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് Cμ, Rμ, അതുപോലെ GM × Vπ, R0, 4 പാരാമീറ്റർ അല്ലേ.
അപ്പോൾ അടുത്ത് ആണ് ആർമിയോ. ആർമി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ ഫിഗർ നോക്കിയാൽ കാണാൻ പറ്റും. ആർമി എന്താണ്? ആർമി എന്ന് പറയുന്ന റെസിസ്റ്റർ ബേസിക്കലി ബി ഡാഷിനും സിക്കും അക്രോസ് ആയിട്ട് വരുന്ന റെസിസ്റ്ററാണ്, ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന റെസിസ്റ്ററാണ്. സോ ദ കളക്ടർ ടു ബേസ് റിവേഴ്സ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് ആർമിയോ. സെയിം വേ ദ ട്രാൻസ്മിഷൻ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് കളക്ടർ ഈസ് കോൾഡ് സീമ്യൂ ആണല്ലോ. കളക്ടറിനും ബേസിനും ബിറ്റ്വീനായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സുമാണ് സീമ്യൂ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നതും ആർമ്യൂ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നതും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് ആർ ഔട്ട്. ആർ ഔട്ട് ഓൾറെഡി നമുക്കറിയാം. ആർ ഔട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ എവിടെ കണക്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് ആക്ച്വലി ആർ ഔട്ട് അല്ലേ. ആർ ഔട്ട് എന്താണ്? സോ ദിസ് ഈസ് ദി ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ആക്ച്വലി നമ്മൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ആർ ഔട്ട് എന്ന് പറയുന്നത്. ഫൈനലി നമുക്കൊരു പാർട്ടും കൂടി വരുന്നുണ്ട്. ഇവിടെ ഒരു കറണ്ട് സോഴ്സ് വരുന്നുണ്ട്, GM×Vπ അല്ലേ. അപ്പോൾ എന്താണ് ഈ GM×Vπ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എ കറണ്ട് സോഴ്സ് ടു ഇൻഡിക്കേറ്റ് ട്രാൻസിസ്റ്റർ ആക്ഷൻ. ഒരു ട്രാൻസിസ്റ്റർ ആക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട് സോഴ്സിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്? GM×Vπ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എന്താണ് നമ്മളെ സിലബസ് എന്ന് ഓൾറെഡി പറഞ്ഞു. സിലബസ് അല്ലേ, സിലബസിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു. ഇതിൽ എന്താണ് ഹൈ ഫ്രീക്വൻസി ഇക്വാലൻറ്റ് സർക്യൂട്ട്, BJT എന്താണെന്ന് പറഞ്ഞു. എന്താണ് ഒരു ഹൈ ഫ്രീക്വൻസി അനാലിസിസിൻ്റെ നെസസറി എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ സ്മോൾ സിഗ്നൽ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ ബേസിൽ ഓൾറെഡി നമ്മൾ പഠിച്ച സ്മോൾ സിഗ്നൽ സർക്യൂട്ട് ഒന്ന് ജസ്റ്റ് നോക്കി. അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് വരച്ചു? ഒരു ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡൽ വരച്ചു. അത് ബേസിക്കലി ഞാൻ ആദ്യം വരച്ചത് ബേസ് എമിറ്റർ കളക്ടർ എന്നുള്ള റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടാണ്. അതിനെ ഞാൻ നോർമലി ഡീഫോൾട്ടായിട്ടുള്ളൊരു മോഡലിലേക്ക് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. അല്ലെങ്കിൽ ആർപൈ, സിപൈ, ആർമ്യൂ, സീമ്യൂ എന്നുള്ള വാല്യൂ വെച്ച് നമ്മളിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓരോന്നിൻ്റെയും റോള് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു. ഇതാണ് ബേസിക്കലി നമുക്കൊരു ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട്സിനെ കുറിച്ച് ഫണ്ടമെൻ്റലായിട്ട് പറയാനുള്ള കാര്യം. ഇനി നമുക്കൊരു മില്ലേഴ്സ് തിയറം എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. മില്ലേഴ്സ് തിയറം നമുക്ക് അടുത്ത വീഡിയോൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്. ഓക്കെ.